Opening hours with MyFin. Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാറിന് നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ന് കാണുന്നുണ്ട്. ഈ ഒരു ആദ്യ സെഷനിൽ തന്നെ 26,000 എന്നൊരു നില തിരികെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 200 പോയിൻ്റ് നേട്ടമാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ നിഫ്റ്റി 50 ഇനി എന്താണ്? വിഷ്ണു, നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 3 ദിവസം വളരെ ഹെൽത്തി ആയിട്ട് ഒരു കറക്ഷനായിരുന്നു കാണാൻ സാധിച്ചത്. ആ ഒരു കറക്ഷൻ ഒരു വിധത്തിലും നിഫ്റ്റിയുടെ നിലവിലുള്ള ലോങ് ഓർ ഷോർട്ട് ടേം ട്രെൻഡിനെ ബാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഇതേപോലെ നമുക്ക് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച തന്നെ നിഫ്റ്റി 50യുടെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാം. കറന്റ് ലെവൽസിൽ നമ്മൾ മാർക്കറ്റിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കറക്ഷൻ നടന്നിരിക്കുന്ന നല്ല സ്റ്റോക്സിലൊക്കെ ഇത് ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരമായിട്ട് ഉപയോഗിക്കാം. സർ, ബാങ്കിങ് സൂചിയിലോട്ട് വരുമ്പോൾ 649 പോയിൻ്റ് നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 59,477 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ബാങ്ക് ഇൻഡെക്സിൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നിലവിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് തന്നെയായിരുന്നു. ആൻഡ് ഇന്നിപ്പോ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ നിഫ്റ്റി 50 പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ലുക്ക് ഓൺലി ഫോർ ടേക്കിംഗ് ലോങ് പൊസിഷൻസ്. സാറിന് സെക്ടറൽ ഇൻഡെക്സുകളുടെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഇന്ന് വളരെയധികം സെക്ടറുകളിലൊക്കെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നത് ഇന്ന് മെറ്റൽ സെക്ടറാണ്. ഈ ഒരു മെറ്റൽ ഇൻഡെക്സിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ 10,400 ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാറിന് നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും നേട്ടം രേഖപ്പെടുന്ന ഓഹരിയെ മാറിയിരിക്കുന്നത് നാറ്റ്കോ ഫാർമയാണ്. 5% മുകളിലേക്ക് ഒരു നേട്ടം ഇന്നത്തെ ട്രേഡിങ്ങിൽ ഓഹരി കാഴ്ചവെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 876 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഓഹരിയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാറ്റ്കോ ഫാർമയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? നാറ്റ്കോ ഫാർമയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒത്തിരി മാസങ്ങളായിട്ട് ബെയറിഷ് ആയിരുന്നു. ബട്ട് ഇന്നത്തെ ആ ഒരു സ്ട്രോങ് പെർഫോമൻസിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. സാറിന് മിഡ് ക്യാപ്പിൽ വരുമ്പോൾ ഇന്നത്തെ ടോപ്പ് ഗെയിനർ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. 3.25% നേട്ടം ഓഹരിയിൽ കാണുന്നുണ്ട്. 136 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയിൽ മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഏകദേശം 30% മുകളിലേക്കൊരു നേട്ടം നൽകിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സെയിലിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സെയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി കാണുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. 128 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഹലോ, കേൾക്കാമോ? വിഷ്ണു, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സ്റ്റീൽ അതോറിറ്റിയുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 142 രൂപ. സാറിന് നമുക്ക് ഒരു സെക്ടറൽ ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ കൂടിയാണ് അവസാനമായി അറിയേണ്ടത്. അതായത് ഇൻഡെക്സ് നോക്കുമ്പോൾ ഇന്നും ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഡെക്സിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നൽകിയ ഒരു ഇൻഡെക്സ് PSU ബാങ്ക് ഇൻഡെക്സ്. PSU ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എന്റെ ശ്രദ്ധ പ്രത്യേകം വന്നിരിക്കുന്നു. ഇന്ന് കാലത്ത് മാർക്കറ്റ് പ്ലസ് പ്രോഗ്രാമിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇറ്റ് ഇസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. വിഷ്ണു, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ കേൾക്കാം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുകയാണ് ഇതോടെ. എന്തായാലും താങ്കൾക്ക് ഒരു ആദ്യം തന്നെ ഇത്രയും അപ്ഡേറ്റ്സ് നൽകിയതിനൊരു നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. Opening hours with MyFin.